ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഹാജിമാർക്ക് കാര്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് ജംറയിലെ മൂന്നിടങ്ങളിലായുള്ള കല്ലേറ് കർമ്മമാണ്. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടാണ് ഈ കല്ലേറ് കർമ്മത്തിൻ്റെ ചരിത്രം. മകൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് പിശാച് അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ദൈവഹിതം നടപ്പാക്കാതിരിക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുകയും ചെയ്ത സമയത്ത് പ്രവാചകൻ കല്ലെറിഞ്ഞോടിച്ച ചരിത്രം ഓർത്തുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടെ കല്ലെറിയുന്നത്. ജീവിതത്തിലെ പൈശാചിക ചിന്തകളെയാണ് ഹാജിമാർ ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്നത്. ഈ കർമ്മമാണിന്ന് ഹാജിമാർക്ക് ഉള്ളത്. നാളെയും കല്ലെറ് കർമ്മം സമാന രീതിയിൽ തന്നെ ഹാജിമാർക്കുണ്ടാകും. അത് കഴിഞ്ഞ് ഭൂരിഭാഗം ഹാജിമാരും മിനയോട് വിട പറയും. നാളെയും ഈ കല്ലെറ് കർമ്മം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മിനയിൽ നിന്നും വിട പറയാത്ത ഹാജിമാർക്ക് മറ്റന്നാളാണ് മിനായോട് പൂർണ്ണമായും വിട പറയാൻ കഴിയുക. ഉച്ചയ്ക്ക് മുന്നോടിയായി മിനായിൽ നിന്നും വിട പറയണം എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതിന് സാധിക്കാത്തവർ തൊട്ടടുത്ത ഒരു ദിനം കൂടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ അവസാന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ചിത്രം. എന്നാൽ അതേസമയം തന്നെ നിലവിൽ പല ഹാജിമാർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കഅബക്കരികിൽ പോയി തവാഫ് പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട്. അത്തരം ഹാജിമാർ ആ കർമ്മങ്ങൾ കൂടി ഇന്ന് പൂർത്തിയാക്കും. എന്നിട്ടവർ മുടി മുറിച്ച് ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്നും മാറുകയും ചെയ്യും. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഭൂരിഭാഗം ഹാജിമാരും ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്നും മാറിയിരുന്നു. അവശേഷിക്കുന്നവരാണ് ആ കർമ്മങ്ങൾ ഇനി പൂർത്തിയാക്കുക. ഏതായിരുന്നാലും ഏറ്റവും സമാധാനപരമായി സമീപകാലത്ത് നടന്ന ഒരു ഹജ്ജാണ് ഇത്തവണ പൂർത്തിയാകുന്നത്. ആർക്കും വലിയ പ്രയാസങ്ങളോ ആശുപത്രി കേസുകളോ മരണങ്ങളോ സംഭവിക്കാത്ത ഹജ്ജാണ് ഈ ഒരു തരത്തിൽ പൂർത്തിയാകുന്നത്. സാധാരണ രീതിയിൽ പ്രായമേറിയവരുടെയും മറ്റുമൊക്കെയുള്ള ഏതാനും മരണങ്ങൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തേതുപോലെ താപനില ഉയർന്നതിനാലോ അതോടൊപ്പം തന്നെ യാത്രക്കിടയിലെ പ്രയാസങ്ങളാലോ മരണപ്പെട്ട കേസുകൾ ഇത്തവണ ഇല്ല. അത്തരത്തിൽ അതിമനോഹരമായ ഒരു ഹജ്ജാണ് ഇത്തവണ പൂർത്തിയാക്കി ഹാജിമാർ മടങ്ങുന്നത്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടത് ഇതിനുവേണ്ടി ഒരുക്കിയ ക്രമീകരണങ്ങളായിരുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം. ഇപ്പോഴും മക്കയിലേക്ക് ഹജ്ജ് പെർമിറ്റോ അല്ലെങ്കിൽ മക്ക ഇക്കാമ ഉള്ളവരല്ലാത്തവരോ അല്ലെങ്കിൽ ജോലിക്കായി എത്തിയവരോ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എത്തിയവരല്ലാത്ത ഒരാളെയും മക്കയിലേക്ക് ഇതുവരെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഈ മാസം 11 വരെ അത് കർശനമായിട്ട് തുടരുകയും ചെയ്യും. 14-നാണ് മറ്റുള്ളവർക്ക് മക്കയിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കാൻ കഴിയുക. ഈ ഒരു തരത്തിലുള്ള ക്രമീകരണം ഹാജിമാർക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി സമാധാനപരമായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങിയവർക്ക് മാത്രമാണ് വലിയ ചൂടിൻ്റെയും മറ്റും പ്രയാസങ്ങളുണ്ടായത്. അത് മാറ്റി നിർത്തിയാൽ അനിഷ്ട സംഭവങ്ങളോ മറ്റോ എവിടെയും ഉണ്ടായിട്ടില്ല. ആ ഒരു തരത്തിൽ അതിഗംഭീരമായി എന്ന് പറയാവുന്ന തരത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാവുന്നത്. ഹാജിമാർ അവരുടെ പാപമോചന പ്രാർത്ഥനകളും മറ്റുമായി പുതിയൊരു ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് ഈ ഹജ്ജ് കാലത്ത് അവർ കടക്കുന്നത്. ഓരോ തമ്പുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ഇന്നും സമാന രീതിയിൽ തന്നെ തമ്പുകൾ പ്രാർത്ഥനാ നിർഭരമാണ്. വലിയ തോതിലുള്ള പ്രാർത്ഥനകൾ ഈ തമ്പുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ വിഷയങ്ങൾ, ലോക മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതോരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് തമ്പുകൾക്കകത്തുള്ള പ്രാർത്ഥനകളും മറ്റും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് വ്യക്തിപരമായി ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യവും സമ്പത്തുമുള്ളവരും നിർബന്ധമായ ഒരു കർമ്മമാണ്. ആ ഒരു ഹജ്ജ് കാലമാണ് ഇവിടെ ഈ ഒരു തരത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ അത് അതിശാന്തമായിക്കൊണ്ട് വളരെ സമാധാനപരമായിക്കൊണ്ട് ഇത്തവണ പൂർത്തിയാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മിനാലി ഒരു തമ്പിലാണ്. ഇന്നിപ്പോൾ ഇവിടെയുള്ള ഹാജിമാരെല്ലാം ജംറയിലേക്ക് പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നാളെയും ജംറയിലെത്തി കല്ലേറ് കർമ്മം പൂർത്തിയാക്കും. അവശേഷിക്കുന്നവരെല്ലാം പിന്നീടുള്ള ദിവസങ്ങളിൽ മിനായോട് വിട പറയും. വിട പറയുന്ന സമയത്ത് ഹാജിമാർക്കെല്ലാവർക്കും കഅബക്കരികിലെത്തി വിടവാങ്ങൽ തവാഫ്, അതായത് ഹജ്ജിനോട് മക്കയോട് ഇതിന് അവസരം നൽകിയ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വിടവാങ്ങൽ തവാഫ് ഉണ്ടാകും, അല്ലെങ്കിൽ കഅബയെ വലയം ചെയ്യലുണ്ടാകും. ആ കർമ്മം പൂർത്തിയാക്കി ഹാജിമാർ പൂർണ്ണമായും മിനയോട് വിട പറയും. ഘട്ടം ഘട്ടമായി ഈ മാസം അടുത്ത ആഴ്ച മുതൽ തന്നെ ഹാജിമാരെല്ലാവരും നാട്ടിലേക്ക് മടങ്ങി തുടങ്ങും. ഈ തരത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ ഒരു ഹജ്ജ് കാലം ഇവിടെ പൂർത്തിയാവുകയാണ്.